ഹേയ് ആർമി, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ വന്നത് നമ്മുടെ സ്റ്റോറിയെ കുറിച്ച് പറയാനാ. അത് ഓൾറെഡി ഞാനൊരു പോസ്റ്റ് ഇട്ടതാ. എന്താ ചേച്ചി ആ സ്റ്റോറിയുടെ ബാക്കി ഇടാത്തെ? അങ്ങനെ ചോദിച്ച് കുറേ കമന്റ്സ്. അത് ഇന്നുകൂടെ ഞാൻ അങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുള്ളൂ. കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ടും കമന്റ് ഇടുന്നുണ്ട്. എന്താ ചേച്ചി ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണോ, വെയിറ്റ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമന്റ്സ്. അതിനു നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാനിട്ട പോസ്റ്റ് ഈ പറയുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ പോസ്റ്റ് എന്താന്ന് വെച്ചാല്, ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എനിക്ക് ഈ സ്റ്റോറി ഇനി യൂട്യൂബിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലൈഫില്, എല്ലാവരുടെ ലൈഫിലും ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയി, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങനെ ഒരുപാടെണ്ണം കാണും. കാര്യം എന്താന്ന് വെച്ചാ, ഒരു സ്റ്റോറി ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ഞാൻ എഡിറ്റ് ആക്കുകയാണെങ്കിൽ എനിക്ക് 1.5 മാസമോ 2 മാസമോ എങ്ങാനും പിടിക്കും അതങ്ങ് എഡിറ്റാക്കി തീർക്കാൻ. ഒന്നാമത് എനിക്ക് OCD ഭയങ്കരമായിട്ട് OCD ഉള്ള ഒരു ആളാണ് ഞാൻ. പിന്നെന്ന് വെച്ചാ, മൈൻഡിൽ ഒരുപാട് സ്റ്റോറീസും ഉണ്ട്. മൂക്കിൽ പല്ല് മുളച്ചു തുടങ്ങിയാലും അതൊന്നും എവിടെ എത്തിക്കാൻ എനിക്ക് പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സ്റ്റോറി ഇനി മുതൽ വാട്ട്പാഡിൽ എഴുതി തുടങ്ങാന്ന്. കാരണം എനിക്ക് ഡബ്ബിങ് അറിയില്ല, എഡിറ്റിങ്ങും അറിയില്ല, എഴുതാൻ മാത്രമേ എനിക്ക് അറിയൂ. ഇങ്ങനെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനും കുറച്ച് കമന്റ്സ്. എത്ര നാളെ വേണേലും കാത്തിരിക്കാൻ ചേച്ചി, ചേച്ചി പറ്റുന്ന അപ്പം ഇട്ടാ മതി. അത് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ചാനലിൽ നിന്ന് പോകുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഗോൾസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിലോട്ടൊന്നും എത്തിപ്പെടാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞാനിപ്പോൾ ഈ ചാനലിൽ നിന്ന് പോകുമ്പോൾ ഇതിലോട്ട് തന്നെ ഫുൾ ഫോക്കസും ഇതിലോട്ട് കൊടുത്തു പോകും. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴി ആ സ്റ്റോറി നിങ്ങളിലോട്ട് എങ്ങനെയെങ്കിലും ഞാൻ എത്തിക്കും. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് നമ്മുടെ വാട്ട്പാഡ്. ഞാൻ ഓൾറെഡി 2 പാർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കും. അപ്പൊ ഈ ബാക്കി അറിയാൻ മുട്ടി നിൽക്കുന്നവരും ആ സ്റ്റോറി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ചാനലിൽ വീഡിയോ ഇട് ചേച്ചി, അത്രയും നല്ല സ്റ്റോറിയാ എന്നൊന്നും പറഞ്ഞ് ആരും കമന്റ് ചെയ്യില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ബിക്കോസ് ആ കമന്റ്സ് തന്നെ അത്രയും ഹേർട്ടാക്കുന്നുണ്ട്. കാരണം ഈ ചാനൽ എനിക്ക്, അല്ലെങ്കിൽ ഈ സ്റ്റോറി എനിക്ക് യൂട്യൂബിൽ ഇവിടെ സ്റ്റോപ്പാക്കി പോവുക എന്നത് എന്നെ സംബന്ധിച്ച് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ സ്റ്റോറി നിർത്തുന്നതിൽ ഒട്ടും സന്തോഷവതിയല്ല. എനിക്ക് അത്രയ്ക്കും ഒരു സങ്കടമുണ്ട് ഇത് നിർത്തി പോകുന്നതുകൊണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ കമന്റ്സ് ഇട്ടാൽ എന്നെ അത് ഒത്തിരി ഹേർട്ടാക്കും. പിന്നെയും എൻ്റെ ഓഡിയൻസിന്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് പിന്നെയും സങ്കടമാവും. ഒന്നാമത് അതൊരു നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതൊരിക്കലും എൻ്റെ എഡിറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഡബിങ്ങിലൂടെയോ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റൈറ്റർ എന്ന നിലക്ക് എനിക്കത് എഴുതിയിട്ട് നിങ്ങളിലോട്ട് ആ ഫീൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ദെൻ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ആ സ്റ്റോറി അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ എൻ്റെ സ്റ്റോറീസ് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ 2 പാർട്സ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ചെയ്തതിന്റെ കുറച്ച് പാർട്സ്. അപ്പോൾ യൂട്യൂബിലും എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറിക്ക് കൊടുത്ത ആ ഒരു സപ്പോർട്ട് പോലെ തന്നെ വാട്ട്പാഡിലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയുള്ള ഫുൾ സ്റ്റോറീസും ഞാൻ അവിടെ തന്നെ ആകും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താഴെ കൊടുക്കുന്ന ലിങ്ക് വഴി കയറിയിട്ട് എല്ലാവരും വായിക്കുക, ഫോളോ ചെയ്യുക, വോട്ട് ചെയ്യുക. പിന്നെ എക്സാം ഒക്കെ ഉള്ളവരാണെങ്കിൽ തിരക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ എല്ലാം തീർത്തിട്ട് പിന്നെ വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിത് അക്സെപ്റ്റ് ആക്കുമെന്ന് തന്നെയാണ് ഞാൻ ഹോപ്പ് വെക്കുന്നത്. വോട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, പറയാൻ തോന്നുന്നതെല്ലാം കമന്റ് ചെയ്യുക. എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ 6 വീഡിയോസ് എങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്കും 3K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, 4K ആവാനായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതേപോലെ എൻ്റെ വൺ ഷോട്ട് പാവാടയും അയാന്ത കള്ളനും വൺ ഷോട്ടൊക്കെ അവിടെ തന്നെ കാണും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കാണുന്നവരോട് ആ സ്റ്റോറീസ് എല്ലാം അവിടെ തന്നെ കാണും, നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ എടുത്ത് കണ്ടോളുക. പിന്നെ
താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു. ഇനി നമുക്ക് വാട്ട്പാട്ടിൽ കാണാം. ഓക്കെ.